എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശം നയനയും എസ്ഐനെ കണ്ടിട്ട് തിരികെ വീട്ടിലേക്ക് പോവാണ്. ആ സമയത്താണ് വഴിയില് അനാമികയുടെ കാറ് കിടക്കുന്നുണ്ട്. ആദർശേട്ടാ, ഇത് അനാമികയുടെ കാറാണല്ലോ എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും അവിടെ നിർത്തിയിട്ട് ഇറങ്ങി. അവിടെ എങ്ങും നോക്കിയപ്പോ അവിടെ എങ്ങും അനാമികയെ കാണാനായിട്ട് സാധിച്ചില്ല. ഈ സമയം ആദർശ് പറഞ്ഞു, ഇനി ഒരു പക്ഷേങ്കിൽ അവള് ഇവിടെ വല്ല ബ്യൂട്ടി പാർലർ മറ്റോ പോയിട്ടുണ്ടായിരിക്കോ, നിനക്ക് ഇവിടെ ബ്യൂട്ടി പാർലർ മറ്റോ ഉണ്ടോ എന്നൊന്ന് അറിയാവുന്ന ചോദിക്കുകയാണ്. ഇത് കേട്ടെന്ന് നയന പറഞ്ഞു, എനിക്കറിയില്ല ആദർശേട്ടെന്ന് പറയാണ്. പിന്നെ എന്ത് ചെയ്യും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് SI സാറിനോട് തന്നെ വിളിച്ചു പറയാന്ന് പറയാം. അങ്ങനെ അവര് SIയോട് വിളിച്ചു പറയാണ്. ഈ സമയത്ത് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് ജാനകിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ജാനകി നേരെ അജയന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. അജയനോട് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഈ കല്യാണം നടന്നില്ലെങ്കിൽ നമ്മൾ ആകെപ്പാടെ നാണം കിടുമെന്ന് പറയാം. അത് ശരിയാ, പക്ഷേങ്കിൽ എനിക്കാണെങ്കിൽ ഇപ്പോഴൊരു കുലുക്കമില്ലോ എന്ന് പറയാം. അവന്റെ മനസ്സ് വേറെ എന്തൊക്കെയോ കാര്യങ്ങളാ ഉള്ളത് ജാനകി, എനിക്കറിയില്ല എന്ന് പറയാം. ഇത് കേട്ടാൻ ജാനകി പറഞ്ഞു, ഇനി എനിക്കിപ്പോ നിങ്ങളോട് മറച്ചു വെക്കേണ്ട കാര്യമില്ല, ഒരു കാര്യം ഉറപ്പാ, അവന്റെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ അത് അവള് കാരണമാന്ന് പറയാ. അവള് കാരണോ? അതാരാ? ഇത്രയും നാളും ഞാൻ അജയേട്ടനോട് മറച്ചു വെച്ചാ, പക്ഷെ ഇനി എനിക്ക് മറച്ചു വെക്കാൻ പറ്റില്ല എന്ന് പറയാണ്. നീ കാര്യം പറ, എന്താ കാര്യം എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ജാനകി പറഞ്ഞു, അതെ, അവനൊരു പ്രണയമുണ്ടെന്ന് പറയാണ്. പ്രണയമോ? നമ്മുടെ അനിക്കാ? അതെ, അത് മറ്റാരും ആയിട്ടല്ല, ആ നന്ദു ആയിട്ടോ എന്ന് പറയാണ്. ഇത് കേട്ടോ അജയൻ ഞെട്ടിപ്പോയി. നന്ദുവോ? നിനക്ക് വെറുതെ തോന്നുന്നല്ല അജയേട്ടാ, സത്യമായിട്ടുള്ള കാര്യമാണ്, എനിക്കറിയാമെന്ന് പറയാണ്. ദേ, എന്നോട് ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞ ആരെന്നറിയോ? അനാമികയാന്ന് പറയാണ്. അതുകൊണ്ടാണ് അവൻ ഈ വിവാഹത്തിന് താല്പര്യമില്ലാത്തെന്ന് പറയാം. എന്താണെങ്കിലും ആ നന്ദു, അവൾ ഒറ്റയൊരുത്തിയായിരിക്കും ഇതിനെല്ലാവരും കാരണം എന്ന് പറയാണ്. ഈ സമയത്താണ് അനിയ എതിരോടെ വന്നേ. അപ്പൊ അനിയെ കണ്ടത് പെട്ടെന്ന് അജയൻ അങ്ങോട്ട് വിളിച്ചു. അനി പെട്ടെന്ന് അങ്ങോട്ട് വന്നു. നിനക്കെന്താടാ മോനെ, അനാമേനെ കാണാനിരുന്നിട്ട് പറഞ്ഞിട്ടും നിനക്കൊരു സങ്കടമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ലല്ലോ, നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുക. ഞാനെന്താ വെച്ചാൽ സങ്കടപ്പെടുന്നേ? അല്ലെങ്കിൽ തന്നെ ഈ കല്യാണം എനിക്കിഷ്ടമില്ലാത്ത കല്യാണം. ഈ കല്യാണത്തിന് ആരംഭം കുറിച്ചപ്പോൾ മുതൽ ഓരോ ചടമുടക്കുകളൊക്കെ ആയിരുന്നു. വെറുതെ എന്തിനാ ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോകുന്നേ? എനിക്ക് സന്തോഷമുള്ളെന്ന് പറയാം. ഇത് കേട്ടാൻ ജാനകി പറഞ്ഞു, എന്നിട്ട് നീ എന്താടാ ഇത് മുത്തശ്ശനോട് പറയായിരുന്നേ? നിനക്ക് നിന്റെ മുത്തശ്ശിയോടും പറയാൻ മേലായിരുന്നോ? അല്ല, അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് അറിയാം. മുത്തശ്ശൻ്റെതായ തീരുമാനം ഇഷ്ടങ്ങളല്ലേ, അല്ലെങ്കിലും എന്റെ തീരുമാനത്തിന് ആരാ ഇവിടെ വില കൽപ്പിക്കുന്നേ? അതുകൊണ്ട് ഞാനൊരു കാര്യം അങ്ങ് തീരുമാനിച്ചു, ഈ കല്യാണം അങ്ങ് മുടങ്ങുവാണെങ്കിൽ അതിൽ പരം എനിക്കൊരു സന്തോഷം വേറെ ഒന്നുമില്ല താനും എന്ന് പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞ് അനിയും അങ്ങോട്ട് കയറിപ്പോവാ. ഈ സമയത്ത് ജാനകി അജയനോട് പറഞ്ഞു, കേട്ടില്ല, അവൻ പറഞ്ഞു കേട്ടില്ല, അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു തന്നെയാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന SI ആദർശനെ വിളിക്കുകയാണ്. ആദർശനെ വിളിച്ചിട്ട് പറഞ്ഞു, ആദർശെ, സൈബർ സെല്ലിന്റെ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ നമ്പര് അതിപ്പോ ഉള്ളത് ഏത് സ്ഥലം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അത് മാത്രമല്ല, അവസാനം വിളിച്ച കോളിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവസാനം വിളിച്ച കോളിന്റെ നമ്പരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, ആരെയാ വിളിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് തിരക്കില, CM വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ തിരക്കില, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കേസിനെ പറ്റി അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. പെട്ടെന്ന് ആദർശനും നയനയ്ക്കും വല്ലാത്ത വിഷമമായിപ്പോയി. എന്നാലും കുഴപ്പമില്ല എന്നോർക്കുവാണ്. പിന്നീട് ആദർശ നമ്പർ പറയുവാണ് നയനയോട്. നമ്പർ കണ്ടിച്ചപ്പോ നയന പെട്ടെന്ന് പറഞ്ഞു, അയ്യോ, ഇത് നന്ദുവിന്റെ നമ്പറാണല്ലോ എന്ന് പറയാ. നന്ദുവിന്റെ നമ്പരോ? അല്ല, അവളെ എന്തിനാ അനാമിക വിളിച്ചിരിക്കുന്നത്? അവള് തിരിച്ചും വിളിച്ചിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞേ. ആദർശ വല്ലാത്ത ടെൻഷനായി. ആദർശ, എന്നാ എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ മനസ്സിലായി, എന്തൊക്കെയോ പന്തികളോട് ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ആദർശ പറഞ്ഞു, എന്താണെങ്കിലും നന്ദുവിനെ വിളിച്ച കാര്യം എന്താന്ന് അവളോട് പോയി തിരക്കണം. ഒരു പക്ഷേങ്കില് അനാമയ്ക്ക് എന്താ സംഭവിച്ചെന്നുള്ള നന്ദുവിന് ഇനി അറിയാതിരിക്കുമോ, അങ്ങനെ ഒരു ടെൻഷനൊക്കെ ആദർശിന് മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നതിന് ശേഷം ആദർശം അങ്ങോട്ട് കയറി പോകുമ്പോ നാനെ അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോ ജാനകി അങ്ങോട്ട് വരുവാണ്. ജാനകി വന്നിട്ട് പറഞ്ഞു, അതെ, അനാമിക എന്തെന്ന് ചോദിക്കുക. ഇത് കേട്ടെന്ന് നായന പറഞ്ഞു, അനാമിക എന്തെന്ന് അറിയത്തില്ല എന്ന് പറയണ. അറിയത്തില്ലേ? നിനക്ക് അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കുവാണ്. എല്ലാം പക്ഷെ എനിക്കറിയാന്ന് പറയണ. ഒരു കാര്യം ഉറപ്പാ, നിന്റെ നന്ദുവിനെല്ലാം അറിയാം, നിന്റെ നന്ദു എന്റെ മോളെ തട്ടിക്കൊണ്ട് പോയിക്കെന്ന് പറയാം. ഇവിടെ ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ നായന പറഞ്ഞു, എന്താ ജാനയപ്പച്ചി പറയണേ? ഞാൻ എനിക്ക് അറിയില്ല എന്ന് പറയണേ. പിന്നെ അറിയത്തില്ല പോലും? അല്ല, എനിക്കറിയാം, അവളായിരിക്കും ഇതിനെല്ലാം പിന്നിലെന്ന് പറയാണ്. ഇത് കാര്യം എന്താന്ന് പറ. ആ SI വിളിച്ച കാര്യമൊക്കെ ആദർശ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് നന്ദുവിന്റെ ഫോണിലേക്കാ വിളിച്ചതെന്നുള്ള കാര്യം. അല്ല, അവളെന്തിനാ വിളിച്ചത്? ഒരു കാര്യമില്ലാതെ അവള് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്ത് വന്നാലും എന്റെ അനാമയ്ക്ക് ഒരു പോറല് പോലെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്നാലും ഇത്രയും വലിയ ചതി എന്ന് ഞാൻ വിചാരിച്ചില്ല.
മൂത്ത മരുമോളാണ് ഈ വീട്ടിലേക്ക് കയറി വന്നേ. അങ്ങനെ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവളാന്നൊക്കെ ഓർത്തോണ്ട് സന്തോഷിച്ചിട്ട് ഞാനാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താന്ന് മനസ്സിലായെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നേരം അതേപ്പച്ചി പതിക്കൊന്ന് പറ, ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കട്ടെ, എല്ലാവരും അറിയട്ടെ എന്ന് പറയാണ്. നിന്റെ വീട്ടുകാരുടെ മഹിമ എന്താന്നുള്ള കാര്യം, നന്ദു അനിയും തമ്മിൽ പ്രണയത്തിലാന്നുള്ള കാര്യം എല്ലാം എന്നോട് അനാമികമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വൈകി ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയാം. പെട്ടെന്ന് നയനയ്ക്ക് എന്ത് ചെയ്യുന്നറിയില്ല. നയനെ ചുറ്റും നോക്കുക. ആരെങ്കിലും കേട്ടോണ്ട് വന്ന മുത്തശ്ശനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പരം നാണക്കേട് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു, വേണ്ട ഇത് ഒച്ചപ്പാടുണ്ടാക്കി പറയലെന്ന് പറയണം. അപ്പോഴാണ് വീട്ടിൽ നിന്ന് അനന്തപുരിയിലേക്ക് നേരെ കനക വരുന്നത്. കനകയെ കണ്ടപ്പോൾ പറഞ്ഞു, വരുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ കനക അകത്തേക്ക് കയറി വന്നു. അകത്തേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് ജാനകി പറഞ്ഞു, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് വരുന്ന വരവ് കണ്ടില്ലേ, നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്താണെന്നറിയാം. ഇതേ നിങ്ങളുടെ ഇളയ മോളെയും കൂടെ ഈ വീട്ടിലേക്ക് പറഞ്ഞയക്കാനല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ കനകയ്ക്ക് എന്തു മറുപടി പറയാമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയിലാ കനക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വിവാഹം അങ്ങനെ മുടങ്ങിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്റെ അനിമോന്റെ മനസ്സ് മറ്റേത് നിങ്ങളാന്ന് എനിക്കറിയാം. കാരണം എന്താ, 2 പെൺമക്കളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടു. ഇനി അടുത്തവളെയും കൂടെ ഇങ്ങോട്ട് കെട്ടിച്ചു വിടണം. അതല്ലേ നിങ്ങളുടെ പരിപാടി. അതുകൊണ്ട് ആ ഒരു വെള്ളം കൂടെ വാങ്ങി വെച്ചാരെ. പറഞ്ഞു കേട്ടല്ലോ. ഇനി എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വെറുതെ ഇരിക്കില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ദേവേനിക്കൊന്നും മനസ്സിലായില്ല. ദേവേനി പറഞ്ഞു, അല്ല ഇതെന്താ ജാനി ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് ചോദിക്കുക. എനിക്കറിയില്ലമ്മേ. അനാമികയുടെ നമ്പരിൽ നിന്ന് അവസാനമായിട്ട് കോള് പോയേക്കുന്ന നന്ദുവിന. അതുപോലെ തന്നെ നന്ദു തിരിച്ചും വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് സംശയമായിട്ടുണ്ട്. അവര് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അനാമിക പറഞ്ഞ് നന്ദുവും അനിയും തമ്മിൽ ഇഷ്ടത്തിൽ ഉള്ള കാര്യമൊക്കെ അവരറിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അതെ, നന്ദുവിനോട് ചോദിച്ച കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയേക്കും. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ നന്ദുവിനെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറയണം. അല്ല മോളെ, അമ്മ ഇവിടെ നിന്നോ, ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ നന്ദുവിനെ കാണാനായിട്ട് അങ്ങോട്ട് പുറപ്പെടുവാണ്. ഈ സമയത്ത് ആദർശ് അനിയുടെ അരിയിലേക്ക് എത്തുവാണ്. അപ്പൊ അനി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. എടാ നിനക്ക് എന്താടാ അവളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ചൂടും ഇല്ലാത്തെന്ന് ചോദിക്കോ. ഞാൻ എന്തിനാട്ടാ, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ വിവാഹത്തിനോട് ഒട്ടും താല്പര്യമില്ല. ഈ വിവാഹം ആലോചിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു വേണ്ടാന്നുള്ള കാര്യം. പിന്നെ എന്തിനാ ഇതുമായിട്ട് മുന്നോട്ട് പോയെന്ന് ചോദിക്കുക. എടാ അങ്ങനെയല്ലല്ലോ, ഒന്നുമല്ല, നാളെ നീ കല്യാണം കഴിക്കേണ്ട പെണ്ണല്ലേ. പിന്നെ കല്യാണം കഴിക്കേണ്ട പെണ്ണ് പോലും കല്യാണം കഴിക്കാനായിട്ട് എങ്ങനെയാലും മുടങ്ങുവാണെങ്കിൽ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലായി നീ എന്തോ പ്രാർത്ഥന നേർച്ചയൊക്കെ നടന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ടല്ലേടാ ഇപ്പൊ അവളെ കാണാത്തെ. ആദർശേട്ടാ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയണ്ട കേട്ടോ. കല്യാണം മുടങ്ങുവാണെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അനാമികയെ പോലുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പം ആദർശം പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തൊക്കെയാണെങ്കിലും നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെയും ബാധിക്കുന്ന കാര്യമെന്ന് പറയണം. അനി പറഞ്ഞ് എന്നെ ബാധിക്കത്തൊന്നുമില്ല, അവൾ എരോടെയല്ല ഇറങ്ങിപ്പോയി, ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് അനി വെട്ടിത്തിരിഞ്ഞങ്ങോട്ട് പോവാണ്. ആദർശന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് നയന നേരെ നന്ദുവിനെ കാണാനായിട്ടാണ് പോകുന്നത്. നന്ദുവിൻ്റെ ഇതിലേക്ക് ഇന്നിപ്പം നന്ദു ചോദിച്ചു, എന്താ ചേച്ചി എന്താ കാര്യം എന്ന് ചോദിക്കണം. അനന്തു അനാമ നിന്നെ വിളിച്ചായിരുന്നു ചോദിക്കും. ആ വിളിച്ചായിരുന്നു. അല്ല കാര്യം എന്താ, എന്നെ വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞു ചേച്ചി. ഞാൻ കാണാനായിട്ട് ചെന്നു. പക്ഷെ കാണാൻ ചെന്നപ്പോൾ അനാമയെ കണ്ടില്ല. എന്നിട്ട് തിരിച്ചെന്നെ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കുറെ സമയം നിന്നു. പക്ഷെ വിളിച്ചില്ല. അവസാനം ഞാൻ അങ്ങോട്ട് വിളിച്ചു നോക്കി, പക്ഷെ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല എന്ന് പറയാ. അപ്പം നിനക്ക് വേറൊന്നും ആളെ കുറിച്ച് അറിയത്തില്ല? ഇല്ല ചേച്ചി, അതെ അനാമയെ കാണാനില്ലെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നന്ദു ചോദിച്ചു, കാണാനില്ലേ, ഇതെന്ത് പറ്റി? എന്താ പറ്റിയെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇന്ന് കുറെ സമയമായി കാണാതെ പോയിട്ട്. അതുകൊണ്ട് എവിടെ എന്താണെന്നും അറിയത്തില്ല. ഇതിന്റെ പേരിൽ ജാനകി ചെറിയ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്ന് പറയാം. പെട്ടെന്ന് തന്നെ നന്ദുവിന് വല്ലാത്തൊരു ടെൻഷനായി. തന്നെ വിളിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ താൻ കുറ്റക്കാരിയാകുമോ എന്നൊരു ചിന്ത അവൾ മനസ്സിലുണ്ടാവുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നയനിക്കും വല്ലാത്ത ടെൻഷനാ. എന്ത് പറ്റി, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പം ഈ സമയത്തെല്ലാം ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു അനാമിക. പിന്നീട് കാണിക്കുന്ന പലിശക്കാരൻ നേരെ വരുന്നത് അനാമികയുടെ അച്ഛൻ്റെ അമ്മയുടെ അരിയിലേക്കാണ്. അങ്ങനെ അയാൾ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അനാമികയുടെ അച്ഛൻ വേണുവിന് വല്ലാത്തൊരു ടെൻഷൻ. അതേ ഉപേന്ദ്രൻ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നേ? എൻ്റെ മോളെ കാണാതെ പോയ ടെൻഷൻ ഞാൻ ഇരിക്കുമെന്ന് പറയണം. അതേടാ, നിന്റെ മോളെ കാണാതെ പോയില്ലേ? നിന്റെ മോളെ കാണാതെ പോയിട്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാൻ തന്നെയാ. അതെ, അവളെ തട്ടിക്കൊണ്ട് പോയത് ആരാന്നറിയോ? ഈ ഞാൻ തന്നെയാന്ന് പറയാ. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഉപേന്ദ്ര ചതിക്കരുത്, അവളുടെ വിവാഹം എന്ന് പറയണം. അതേടാ, വിവാഹം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. എടാ, നീ കോടികളാ വാങ്ങിയിരിക്കുന്നേ, അറിയാലോ, 1-2 രൂപയല്ല.
അത് മാത്രമല്ല, ഈ കല്യാണത്തിന് വേണ്ടി നിന്റെ മകൾക്ക് 101 പവന് നീ വാങ്ങി വെച്ചിട്ടുണ്ട്. അതും കടം വാങ്ങിച്ചാന്നറിയാം. ആരുടെ കയ്യിൽ നിന്നാ വാങ്ങിയെന്നുള്ള സത്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, എന്റെ പൈസ ഇങ്ങ് വന്നിട്ട് നീ മോളെ കല്യാണ പന്തലിലേക്ക് കയറ്റിയാൽ മതി. പൈസ തരാതെ അവളെ ഞാൻ വിട്ടു തരുന്ന പ്രശ്നമില്ലെന്ന് പറയാം. പെട്ടെന്ന് രേവതിയുടെ അനാമികയുടെ അച്ഛൻ പറഞ്ഞു, അതേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലാന്ന് പറയണേ. പെട്ടെന്ന് അമ്മ രേവതി പറഞ്ഞു, എന്താ ഉപേന്ദ്രൻ ഇങ്ങനെ, ഞങ്ങളുടെ മോളുടെ കല്യാണമല്ലേ, അത് കഴിയുമ്പോൾ എല്ലാം ശരിയാവും പറയാം. ഉപേന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് കൊടുത്തല്ലേ കെട്ടിക്കുന്നേ, അല്ലാതെ ഇങ്ങോട്ട് വാങ്ങുമല്ലേ ചെയ്യുന്നേ, അത് നിങ്ങൾ എങ്ങനെ പൈസ വരുമെന്ന് പറയണേ. പെട്ടെന്ന് തന്നെ പറഞ്ഞു, എങ്ങനെയാലും തന്നോളാം, വലിയൊരു വീട്ടിലേക്കല്ല അനന്തപുരി വീട്ടിലേക്കല്ലേ പോകാൻ പോകുന്നേ, അതുകൊണ്ട് എങ്ങനെയാലും തന്നോളാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അനാമിയുടെ അച്ഛനും അമ്മയും കൂടെ അവർക്കൊരു കാര്യം ഉറപ്പായി, ഇനിയിപ്പോൾ മോളെ വിട്ട് കിട്ടണമെങ്കിൽ എന്തേലും ഉടനെ ചെയ്തേ മതിയുള്ളൂ. പൈസ കൊടുത്തില്ല മോളെ വിട്ട് കിടത്തില്ല. ഉപേന്ദ്രൻ പറഞ്ഞു, ഞാൻ നോക്കിയിരിക്കും, പൈസ കിട്ടിയില്ലെങ്കിൽ മോളുടെ വിവാഹം അങ്ങോട്ട് മുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ട. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ. അപ്പം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.